മോസ്റ്റ്ലി ആൾക്കാർ വിചാരിക്കുന്നത് ഭഗവത്ഗീത ശരിക്കൊരു പ്രെയർ ബുക്കാണെന്ന്. അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണെന്ന്. പക്ഷേ ഇപ്പം 3 പ്രാവശ്യം ഞാൻ ഭഗവത്ഗീത വായിച്ചു. അപ്പോഴാണ് അത് ശരിക്കും ഒരു റിലീജിയസ് ബുക്കല്ല എന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഡീപ്പായിട്ട് ഇതിനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഇതിൽ ഒരുപാട് ഒരു ഹ്യൂമൻ ഒരു സമയത്ത് ഒരു കൺഫ്യൂഷനുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നൊരു ബുക്കാണ്. അതുമാത്രമല്ല, നമുക്ക് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ ധർമ്മം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ബുക്കാണ്. അപ്പം നമ്മുടെ ഡ്യൂട്ടിയും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നൊരു ബുക്കാണ്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഒരു ഒരു ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു യോദ്ധാവ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. അവിടെ രണ്ട് സൈഡിലും ആർമി റെഡിയാണ്. ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ യുദ്ധം നടക്കാൻ പോവാണ്. പക്ഷേ ഈ യോദ്ധാവിന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ആ യോദ്ധാവായിരുന്നു അർജുനൻ. അർജുനന് പറഞ്ഞു കൊടുത്ത എല്ലാ ആ ഒരു സമയത്ത് അർജുനന് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളായിരുന്നു ഭഗവത്ഗീതയിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റായി മാറിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റാണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഭഗവത്ഗീത എഴുതിയായിരുന്നത്? ഈ അർജുനൻ എന്ന് പറഞ്ഞ ഒരു യോദ്ധാവുകാരനാണ് നമുക്ക് എല്ലാവർക്കും ഭഗവത്ഗീത കിട്ടിയത്. കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അർജുനൻ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പം അർജുനൻ്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, കസിൻസ് ഇവരൊക്കെയാണ് കാണുന്നത്. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സായിട്ട് എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായിരുന്നു അർജുനൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം എന്താണ് ശരി ആ ഒരു സമയത്ത് എന്ന് മനസ്സിലാവാത്ത സമയത്താണ്, ആ ഒരു സിറ്റുവേഷനിലാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മുടെ ഭഗവത്ഗീതയായി മാറിയത്. അപ്പം ഒരു ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മുടെ മൈൻഡ് എന്തുകൊണ്ടാണ് റെസ്റ്റ്ലെസ് ആവുന്നത്, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ട്രൂ പേർപ്പസ് ഇൻ ലൈഫ് എന്താണ്, ഇതൊക്കെയാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. പ്ലസ് നമുക്ക് ഇന്ന രീതിയിൽ ജീവിക്കണം എന്നൊന്നുമല്ല പറഞ്ഞു തരുന്നത്. ഒരു സിറ്റുവേഷനിൽ എന്താണോ ശരി എന്ന് നമ്മളെ മനസ്സിലാപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്നും വരുന്ന കുറേ കോൺഫ്ലിക്ട്സും കുറേ ഇമോഷണൽ ഇഷ്യൂസും ഒരുപാട് സ്ട്രെസ്സും. അപ്പം ഭഗവത്ഗീത വായിക്കുമ്പം നമുക്കൊരു ക്ലാരിറ്റിയും ഒരു കോൺഫിഡൻസും കിട്ടുന്നത്. ലൈഫ് തന്നെ നമുക്ക് ഒരു ഡിഫറെൻറ്റ് പിക്ചറാണ് കിട്ടുന്നത്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ എഴുതിയ ഈ ബുക്ക് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് റെലവെൻ്റ് ആവുന്നത്? അതായത് ഇത്രയും കാര്യങ്ങൾ മാറി, ഒരുപാട് മോഡേണൈസേഷൻ വന്നു, ഒരുപാട് കാര്യങ്ങൾ മാറി. അപ്പം ഇപ്പോഴും എത്ര ആൾക്കാരാണ് ഈ ഭഗവത്ഗീത വായിക്കുന്നത്, പഠിക്കുന്നത്? അതിന് ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റിലീജിയസ് ബുക്കല്ല, നമുക്ക് ലൈഫ് ഒരു പ്രോപ്പർ രീതിയിൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കായ കാരണമാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ, ഇല്ലെങ്കിൽ കമ്പാരിസൺ. ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി ഓവർ തിങ്ക് ചെയ്യുന്നത്, സ്ട്രെസ് എടുക്കുന്നത്, അത് നമ്മൾ കോൺഷ്യസ്ലി ആലോചിച്ചില്ലെങ്കിലും നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഇന്നർ സ്റ്റേബിലിറ്റി. നമ്മുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനും മൈൻഡ് മനസ്സിലാക്കാനും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സ്റ്റേബിളാവും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഡിസിപ്ലിൻ. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ വരും. ഭഗവത്ഗീത ബുക്കിൽ 18 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ കുറച്ച് ലൈഫ് റിലേറ്റഡ് ചാപ്റ്റേഴ്സാണ്, കുറച്ച് ചാപ്റ്റേഴ്സിൽ മൈൻഡിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സിൽ റിയാലിറ്റി, എന്താണ് റിയൽ ലൈഫ്, എന്താണ് ഇല്യൂഷൻ എന്നൊക്കെ മനസ്സിലാപ്പിച്ച് തരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാനിതൊരു ചെറിയൊരു സീരീസ് പോലെ ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ ഇതുവരെ പഠിച്ചതും മനസ്സിലാക്കിയതും വെച്ചിട്ട് സിമ്പിൾ രീതിയിൽ ഭഗവത്ഗീത പറഞ്ഞു തരാം. നമുക്ക് ഒരുമിച്ച് ഇത് എക്സ്പ്ലോർ ചെയ്യാം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ വായിച്ച് അതിനർത്ഥം പറഞ്ഞുതരാം. അതുമാത്രമല്ല ഈ 18 ചാപ്റ്റേഴ്സ് ഇപ്പോൾ 18 വീഡിയോസായിട്ടല്ല ചെയ്യാൻ വിചാരിക്കുന്നത്. അതിനെ ചില ചാപ്റ്റേഴ്സിനെ ക്ലബ് ചെയ്ത് ഓരോ വീഡിയോസാണ് വിചാരിക്കുന്നത്. ഈ സീരീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെ എന്താണ് മെയിൻ ഐഡിയ അത് പറയാനും, പിന്നെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഗൈഡൻസ് അത് നിങ്ങളോട് ഷെയർ ചെയ്യാനും. അപ്പം ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ടാവും ഓൾറെഡി. പക്ഷേ ഇത് കേൾക്കാത്ത, ഇത് വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഭഗവത്ഗീത വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പിൾ ഷോർട്ട് അർത്ഥം മനസ്സിലാവും. പിന്നെ ശരിക്ക് എങ്ങനെ നമുക്ക് ഭഗവത്ഗീത നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റും എന്നും ഞാൻ പറഞ്ഞുതരും. അപ്പം ശരിക്കും ഈ ബുക്ക് നമുക്കൊരു എസ്കേപ്പിസം അല്ല, എല്ലാം മാറ്റി എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനല്ല പറഞ്ഞു തരുന്നത്. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് എങ്ങനെ ബാലൻസ് ആയിട്ട് നമ്മുടെ ലൈഫ് ജീവിക്കാം എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സാണ് ക്ലബ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. യുദ്ധം തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ അർജുനൻ തളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ സീരീസ് എന്തായാലും കേൾക്കുക. ഷോർട്ട് വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരുപാട് ഒരുപാട് കോംപ്ലെക്സ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എനിക്ക് മനസ്സിലായ എൻ്റെ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലസ് ഈ സീരീസ് കാണാൻ മറക്കരുത്. താങ്ക് യു. ബൈ.